بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ അതുല്യമായ സംഭാവനകൾ അർപ്പിച്ച കേരള നദ്വത്തുൽ മുജാഹിദീൻ യുവജന വിഭാഗം ISM പ്രവർത്തന പഥത്തിൽ 4 പതിറ്റാണ്ടു കടന്ന തിളക്കമാർന്ന പാരമ്പര്യം. മലയാളക്കരയിലെ കരുത്തുറ്റ ധാർമ്മിക യുവജന പ്രസ്ഥാനം ISM കാലത്തോടൊപ്പം സഞ്ചരിച്ച് സാമൂഹിക ഇടപെടലിന്റെ കാലാതിവർത്തിയായ ഇസ്ലാമിക മാതൃക കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് പകർന്നു നൽകിയത് ISM അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ രാജ്യാന്തര ഇസ്ലാമിക പ്രദർശനം സാൽവേഷൻ 2010 ഫെബ്രുവരി മുതൽ മെയ് വരെ നടത്തിയ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ചതുർമാസ ക്യാമ്പയിൻ മതം ഗുണകാംക്ഷയാണ്. ഈ പവിത്ര പ്രമേയം മലയാളക്കര ഹൃദയഭിത്തിയിൽ ഏറ്റുവാങ്ങി. ഫെബ്രുവരി 7 കണ്ണൂരിൽ സംസ്ഥാനതല ഉദ്ഘാടനം ബഹ്റൈൻ മുൻ MP-യും പ്രഗത്ഭ ഇസ്ലാമിക പണ്ഡിതനുമായ ഡോക്ടർ ഈസ അൽ മുത്തവ നിർവഹിച്ചു. രാഷ്ട്രീയ വൈരത്തിന്റെയും വിഭാഗീയതയുടെയും കനലടങ്ങാത്ത കണ്ണൂരിന്റെ മണ്ണ് ഗുണകാംക്ഷയുടെ മതത്തെ പരിചയപ്പെടുത്താൻ തെരഞ്ഞെടുത്തത് ഒട്ടേറെ ബോധ്യങ്ങളുമായിട്ടായിരുന്നു. മതം ഗുണകാംക്ഷയാണ് എന്ന മഹിതമായ സന്ദേശം കേരളത്തിന്റെ ഹരിതാഭമായ മണ്ണിലെങ്ങും മുഴങ്ങി. സുമനസ്സുകളെ ഈ പ്രമേയം ചിന്തിപ്പിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ ബൗദ്ധിക രംഗത്തുള്ളവർ ഗുണകാംക്ഷയുടെ അനിവാര്യത ബോധ്യപ്പെടുത്തി. മതം വിഭാവനം ചെയ്യുന്ന കാരുണ്യത്തിന്റെ സന്ദേശം പൊതു ഇടങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമായി. തീവ്രവാദം, ഭീകരത, വർഗീയത മതത്തിന്റെയും മനുഷ്യരുടെയും ശത്രുക്കളാണെന്ന് തിരിച്ചറിഞ്ഞു. ഉത്തരവാദികളാരെന്ന് വിലയിരുത്തി അവയ്ക്കെതിരെ അവബോധം നൽകി. മതത്തെ അറിയാൻ ആർക്കും അവകാശമുണ്ടെന്ന് ബോധ്യം നൽകി. കലുഷമായ സാമൂഹികാവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ മതത്തിന്റെ മഹത് സന്ദേശം മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് പ്രസരിക്കണമെന്ന് മതം ഗുണകാംക്ഷിയാണെന്ന ക്യാമ്പയിൻ മലയാളികളെ ഓർമ്മപ്പെടുത്തി. നവോത്ഥാനം അവകാശപ്പെടാൻ വ്യാജയത്നം നടത്തുന്ന
പൗരോഹിത്യത്തിന്റെയും മതരാഷ്ട്രവാദികളുടെയും പരിഹാസ്യത ബോധ്യപ്പെടുത്തി. ക്യാമ്പയിനോടനുബന്ധിച്ച് പുറപ്പെട്ട വാഹന സന്ദേശ പ്രയാണം ഗുണകാംക്ഷ പ്രയാണമായി മാറി. തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും പ്രയാണമാരംഭിച്ച ഗുണകാംക്ഷ യാത്ര യാത്രകളുടെ നാടായ കേരളത്തിൽ മാതൃകയായി വേറിട്ടു നിന്നു. 50 പട്ടണങ്ങളിൽ വിപുലമായ ആദർശ സമ്മേളനങ്ങൾ. ആദർശ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കപ്പെട്ട 100 കണക്കിന് പൊതുപ്രഭാഷണങ്ങൾ. ജീവിത ലക്ഷ്യം വ്യക്തമാക്കുന്ന വ്യത്യസ്ത ലഘുലേഖകളുടെ വിതരണം, CD വിതരണം, പ്രബോധന സ്ക്വാഡുകൾ, ഇസ്ലാമിക പ്രദർശനങ്ങൾ, സവിശേഷമായ വിവിധ പ്രവർത്തനങ്ങളുമായി നിർമ്മലമായ മനസ്സിന്റെ ഉടമകൾ പ്രയാണത്തെ അനുഗമിച്ചു. പൗരോഹിത്യവും തീവ്രവാദ പ്രണയികളും പ്രയാണത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. പൊതുജനങ്ങൾ ജാതിമത ഭേദമന്യേ പ്രയാണത്തെ വരവേറ്റു. സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ പ്രമേയത്തെയും പ്രയാണത്തെയും പ്രശംസിച്ചു. മതം ഗുണകാംക്ഷയാണ് എന്ന ബോധ്യം ജനകീയമായി. ഗുണകാംക്ഷ പ്രയാണത്തിന്റെ ഉജ്ജ്വലമായ സമാപനം മെയ് 8, 9 തീയതികളിൽ കോഴിക്കോട് കടപ്പുറത്ത്. തൗഹീദിനെ നെഞ്ചേറ്റിയ കരുത്തുറ്റ യുവജനങ്ങൾ മെയ് 8 മറൈൻ ഗ്രൗണ്ടിൽ നടന്ന ബൗദ്ധിക ചർച്ചാവേദിയിലേക്ക് ആവേശപൂർവ്വം വന്നെത്തി. കേരളത്തിലെ യുവതയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകുന്ന തീരുമാനങ്ങളെടുത്തു. തെറ്റായ സാമൂഹ്യക്രമത്തിൽ വെളിപ്പെടുന്ന ആസുര സന്ദേശങ്ങൾക്ക് തടയിടണമെന്ന ഗൗരവപൂർണമായ ആലോചനകളിൽ യുവജനങ്ങൾ പങ്കുചേർന്നു. മെയ് 9 ഇസ്ലാഹി കേരളത്തിന്റെ ചരിത്രത്തിൽ രചതരേഖയായി ശോഭിച്ചു നിൽക്കുന്ന മഹത്തായ ദിനം. ആബാലവൃദ്ധം ജനങ്ങൾ കോഴിക്കോട് സാഗരതീരത്തേക്ക് ഒഴുകിയെത്തി. പരന്നുകിടക്കുന്ന പാരാവാരത്തിന് ഈ ജനസഹസ്രങ്ങൾ സമാന്തര സാഗരം തീർത്തു. മതസാമൂഹിക വിദ്യാഭ്യാസ രാഷ്ട്രീയ രംഗത്തെ നേതാക്കളുമെത്തി. അവരുടെ ഹൃദയത്തിൽ നിന്ന് ഗുണകാംക്ഷയുടെ സ്നേഹാക്ഷരങ്ങൾ ഒഴുകി. പ്രൗഢമായ വൈജ്ഞാനിക പ്രഭാഷണങ്ങൾ, ജീവിതത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകുന്ന ഉത്ബോധനങ്ങൾ. പൊതുസമ്മേളനം അനുഭവവേദ്യമായി. മഹത്തായ ഈ ക്യാമ്പയിനിന്റെ സമാപന ദിനങ്ങളിലേക്ക്, സമ്മേളന നഗരിയിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി, കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി, വേദിയിലുള്ള ബഹുമാന്യരായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അഡ്വക്കേറ്റ് A പ്രദീപ് കുമാർ MLA, അഡ്വക്കേറ്റ് PMS സലാം, TK മുഹിദ്ദീൻ ഉമരി, മറ്റ് ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, സംഘടനാ നേതാക്കളെ, പണ്ഡിതന്മാരെ, ഈ മഹത്തായ സമ്മേളനത്തിന് വേണ്ടി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ സമ്മേളന നഗരിയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവ ഘടകമായ ISM കേരളക്കരയിൽ കഴിഞ്ഞ 4 മാസമായി അതിമഹത്തായ ഒരു ക്യാമ്പയിൻ വളരെ സജീവമായ രൂപത്തിൽ പ്രചരിപ്പിച്ചു വരികയായിരുന്നു. മതം ഗുണകാംക്ഷയാണ് എന്ന് പറയുന്ന ഏറ്റവും ഉദാത്തമായ ഒരു സന്ദേശമാണ് ഈ ക്യാമ്പയിൻ്റെ മുദ്രാവാക്യമായി നമ്മൾ തിരഞ്ഞെടുത്തത്. മതത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ ഉടനീളം ഒരുപാട് തെറ്റുദ്ധാരണകളും സംശയങ്ങളും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയല്ലാതെ അത് കുറയുന്ന ലക്ഷണം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മതത്തെ സംബന്ധിച്ച് ജനമനസ്സുകളിൽ ഒരുപാട് ദുരൂഹതകളും നിഗൂഢതകളും നിലനിൽക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്തൊക്കെയോ സംശയങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. യഥാർത്ഥത്തിൽ ഈ സംശയങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ, മതത്തെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ
ഒരുപാട് ഘടകങ്ങൾ കണ്ടെത്തുവാൻ കഴിയും. മതവിശ്വാസികളായി അറിയപ്പെടുന്ന ആളുകൾ തെറ്റായ രൂപത്തിൽ മതത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ മതം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഉദാഹരണമായി മുസ്ലിങ്ങൾ ഇസ്ലാമിനെ ശരിയാം വിധം പ്രതിനിധീകരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസ ആചാര പ്രവർത്തന സ്വഭാവ സംസ്കാര മേഖലകളിൽ അവരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ സ്വാഭാവികമായും ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ മതത്തെ വികലമായി മനസ്സിലാക്കുവാൻ കാരണമായി തീരുന്നു. എന്നാൽ ആസൂത്രിതമായി വളരെ ബോധപൂർവം ഇസ്ലാം എന്ന് പറയുന്ന ഈ പവിത്രമായ മതത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും ലോകത്ത് സജീവമാണ്. സാമ്രാജ്യത്വത്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഇസ്ലാം എന്ന് പറയുന്ന സവിശേഷമായ മതത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഇസ്ലാമിനെ സംബന്ധിച്ച് ഭീതിയോടുകൂടി നോക്കിക്കാണുവാനും ജനങ്ങളെ സജ്ജമാക്കുന്ന രൂപത്തിലുള്ള മീഡിയ തലത്തിലുള്ള ആഗോള വ്യാപകമായ പ്രചാരണങ്ങൾ നിലനിൽക്കുന്നു എന്നത് പ്രത്യേകിച്ച് പറഞ്ഞ് സമർത്ഥിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഏതായിരുന്നാലും ഇസ്ലാമിൻ്റെ അനുയായികളായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബാധ്യതയുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന സവിശേഷമായ മതം അതൊരിക്കലും വർഗീയമായൊരു സമീപനത്തെ പിന്തുണക്കുന്നില്ല, ആഹ്വാനം ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ യഥാർത്ഥത്തിൽ സമർപ്പണം എന്നുള്ളതാണ്. പ്രപഞ്ചനാഥനായ ഏകനായ ദൈവത്തിനു മുമ്പിൽ എല്ലാം സമർപ്പിക്കുവാൻ തയ്യാറാവുക. അതിലൂടെ ലഭ്യമാകുന്ന സമാധാനം, സലാം എന്ന പദത്തിൻ്റെ അർത്ഥം സമാധാനമാണ്. ആ സമാധാനവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു ഇസ്ലാം. അങ്ങനെയുള്ള ഇസ്ലാം ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രപഞ്ചനാഥനായ സർവശക്തനായ ദൈവത്തിന് ഏറ്റവും അധികം ആത്മാർത്ഥമായി എല്ലാം സമർപ്പിക്കുവാൻ തയ്യാറാകുന്നവനെ സംബന്ധിച്ചാണ്, സ്വാർത്ഥതയില്ലാതെ മറ്റ് മോഹങ്ങളില്ലാതെ കപടമായ താല്പര്യങ്ങളില്ലാതെ എല്ലാം സമർപ്പിക്കുവാൻ തയ്യാറാകുന്നവനെ സംബന്ധിച്ചാണ് മുസ്ലിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ അവൻ ഈ ആശയങ്ങളെ പൂർണ്ണമായും സമ്പൂർണമായും ഉൾക്കൊള്ളുന്ന സ്വഭാവത്തിലുള്ളവനായി തീരണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇസ്ലാം ഒരിക്കലും വർഗീയമായ താല്പര്യങ്ങളോടുകൂടി ഒരു മനുഷ്യൻ കേവലം മുസ്ലിം സമുദായത്തിൽ പിറന്നവനായതുകൊണ്ടോ മുസ്ലിം മാതാപിതാക്കളുടെ മകനായി ജനിച്ചതുകൊണ്ടോ മാത്രം ഒരാളെയും യഥാർത്ഥ മുസ്ലിമായി ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് പോലെ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. മാനവ സമൂഹമേ, നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വിഭാഗങ്ങളുമായി തരം തിരിച്ചിരിക്കുന്നത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. പെരുമ നടിക്കുവാനോ അന്യ കുടുംബത്തെക്കാൾ ഉയർന്ന കുടുംബത്തിൽപ്പെട്ടവനാണ് ഞാനെന്ന് പറയുവാൻ വേണ്ടിയോ അന്യഗോത്രത്തിൽപ്പെട്ടവനേക്കാൾ ഉയർന്ന ഗോത്രത്തിൽപ്പെട്ടവനാണ് ഞാനെന്ന് വീമ്പടിക്കുവാൻ വേണ്ടിയോ ഒന്നുമല്ല. മറിച്ചൊരു അഡ്രസ്സിന് വേണ്ടിയാണ് ഇന്ന കുടുംബത്തിൽപ്പെട്ടവൻ ഇന്ന വിഭാഗത്തിൽപ്പെട്ടവൻ എന്ന് പറയുന്നത് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത് പഠിപ്പിക്കുന്നത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ വിഭിന്നങ്ങളായ വർണ്ണങ്ങളിലുള്ള വംശങ്ങളിലുള്ള ആളുകൾ, വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ളവർ ഉണ്ടെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ദൈവികമായ മാർഗനിർദ്ദേശങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാൻ സന്നദ്ധനാകുന്നവനാരോ അവനാണ് ദൈവത്തിന്റെ അടുക്കൽ സ്ഥാനം എന്നാണ്. ഈ ലോകത്ത് സാമ്പത്തികമോ അധികാരപരമോ സ്വാധീനപരമോ ആയ പദവികൾ ഉണ്ടായതുകൊണ്ട് മാത്രം ദൈവത്തിന്റെ അടുക്കൽ സ്ഥാനമോ മഹത്വമോ ഇല്ല. സൂക്ഷ്മതാപൂർണമായ സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളാരോ അവർക്കാണ് ദൈവത്തിന്റെ അടുക്കൽ മഹത്വം എന്ന് പഠിപ്പിക്കുന്ന മതത്തിന് ഒരിക്കലും വർഗീയതയെ അംഗീകരിക്കുവാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ മതത്തെ സംബന്ധിച്ചുള്ള തെറ്റുദ്ധാരണകൾ നീക്കുവാനും ഈ മതം ഉയർത്തിപ്പിടിക്കുന്ന യഥാർത്ഥമായ ആശയങ്ങൾ സമൂഹമധ്യേ പ്രചരിപ്പിക്കുവാനും എന്നും മുജാഹിദ് പ്രസ്ഥാനവും അതിന്റെ പോഷക ഘടകങ്ങളും ശക്തമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു പോന്നിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനം ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്നുള്ള നിലക്ക് കേരളീയ മുസ്ലിങ്ങൾക്ക് വെളിച്ചം പകർന്ന പ്രസ്ഥാനമാണ്. ഈ സമൂഹത്തിന് അക്ഷരം പഠിപ്പിച്ച പ്രസ്ഥാനമാണ്. വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വഴിയിലേക്ക് വെളിച്ചം കാണിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ്. സ്ത്രീകൾക്ക് അക്ഷരം പഠിക്കുവാനും വിദ്യാഭ്യാസം പകരുവാനുമുള്ള ആഹ്വാനം നൽകി മുന്നിൽ നടന്ന് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. സ്ത്രീകൾക്ക് ഇസ്ലാം അനുവദിച്ച ആരാധനാ സ്വാതന്ത്ര്യം ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്, അതിന്റെ വാതിലുകൾ സ്ത്രീകൾക്ക് തുറന്നു കൊടുത്തത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ഇസ്ലാം ഏറ്റവും പവിത്രമായി പഠിപ്പിക്കുന്ന സകാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിലെ സാമ്പത്തികമായ സംവിധാനം,
അത് വളരെ മോശമായ രൂപത്തിൽ ഒരു ഭിക്ഷാടനം പോലെ ചക്കാത്ത് എന്ന് പറയുന്ന വൃത്തികെട്ട നാമത്തിൽ ഈ സമൂഹത്തിൽ പരിചയപ്പെടുത്തപ്പെട്ടപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന സക്കാത്ത് പവിത്രമാണ്. അത് ഭിക്ഷാടനമല്ല, അത് യാചനയല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, പണക്കാരന്റെ ഔദാര്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന സക്കാത്ത് സംഘടിതമായി ശേഖരിക്കപ്പെടുകയും സംഘടിതമായ രൂപത്തിൽ, മാന്യമായ രൂപത്തിൽ, പാവപ്പെട്ടവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താത്ത രൂപത്തിൽ അവന് വിതരണം ചെയ്യപ്പെടേണ്ടതുമാണ് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ്. മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും വ്യാപകമായി മുസ്ലിം സമുദായത്തിലെ ഒരുപാട് കുടുംബങ്ങളെ കാർന്നു തിന്ന സ്ത്രീധനം എന്ന് പറയുന്ന മഹാവിപത്ത്, ആ സ്ത്രീധനം നിഷിദ്ധമാണ്. ആ പണം ഹലാലല്ല, അനുവദനീയമല്ല. ഒരു പുരുഷന് വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീയുടെ കുടുംബത്തോട് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുവാൻ, പണമായോ സ്വർണമായോ വാഹനമായോ മറ്റേതെങ്കിലും നിലക്കോ എന്തെങ്കിലും ഒരു ഉപാധി വെച്ച് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുവാൻ യാതൊരു അവകാശവുമില്ല. ആ പണം പുരുഷന് ഹലാലല്ല, അനുവദനീയമല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് അതിനെതിരെ പോരാട്ടം നടത്തിയ, പോരാട്ടം ആരംഭിച്ച, ഇന്നും പോരാട്ടം തുടരുന്ന ഒട്ടനവധി സ്ത്രീധനരഹിത വിവാഹങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹത്തായ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിന്റെ യുവജന ഘടകമായ ISM 1967 43 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായി ഈ സമൂഹത്തിലെ യുവാക്കളെ വഴി നടത്തുവാൻ വേണ്ടി, നേരായ മാർഗത്തിലൂടെ അവരെ നയിക്കുന്നതിന് വേണ്ടി, ധാർമ്മികതയിലൂടെ, സംസ്കാരത്തിലൂടെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള അശ്രാന്തമായ പരിശ്രമത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യുവാക്കൾ ഇന്ന് ലഹരിയിലാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും എന്നുവേണ്ട എല്ലാവിധ അധാർമികതകളുടെയും ലഹരിയിലാണ് യുവാക്കൾ ഉള്ളത്. തീവ്രവാദവും അതുപോലെ മറ്റൊരു ലഹരിയാണ്. ഇങ്ങനെയുള്ള എല്ലാ ലഹരികൾക്കെതിരെയും ബോധവൽക്കരിക്കുവാൻ ISM യഥാർത്ഥത്തിൽ അതിന്റെ പ്രവർത്തനപാതയിൽ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ എന്ന് പറയുന്ന അതിമഹത്തായ ഒരു സംരംഭം ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ISMന് സാധിക്കുകയുണ്ടായി. വീണ്ടും അത് കേരള നദുവത്തുൽ മുജാഹിദീന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളത്ത് വെച്ച് നടന്നു, കുവൈത്തിൽ വെച്ച് നടന്നു. ഈയിടെ ദുബായ് ഗവൺമെന്റിന്റെ സഹകരണത്തോടുകൂടി ദുബൈയിൽ വെച്ച് സാൽവേഷൻ എക്സിബിഷൻ പീസ് ഇന്റർനാഷണൽ കോൺഫറൻസ് എന്ന പേരിൽ സംഘടിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ആ നിലക്ക് സമൂഹത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ പക്വതയോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി ഈ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്തുകൊണ്ട്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, തീവ്രതയുടെയും ഭീകരതയുടെയും വഴി നമുക്ക് അന്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹത്തിന് വഴി നടത്താൻ, യുവാക്കളെ പ്രത്യേകിച്ചും നേരിന്റെ പാതയിൽ മുന്നോട്ട് നയിക്കുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് ISM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 4 മാസം മുമ്പ് ആരംഭിച്ച മതം ഗുണകാംക്ഷിയാണ് എന്ന ക്യാമ്പയിൻ. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഗൾഫ് നാടുകളിൽ ഒന്നടങ്കം ഈ ക്യാമ്പയിൻ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മനുഷ്യരുടെ തെറ്റിദ്ധാരണകൾ നീക്കുവാൻ, മുസ്ലിം സമൂഹത്തിനകത്തും പുറത്തുമുള്ളവരുടെ തെറ്റിദ്ധാരണകൾ നീക്കുവാൻ ISMന്റെ പ്രവർത്തനത്തിലൂടെ സാധ്യമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഈ സമൂഹത്തെ പ്രത്യേകിച്ചും യുവ സമൂഹത്തെ നേരായ വഴിയിൽ നയിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ, ശ്രമകരമായ, വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുടെ വഴിയിലാണ് ISM എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാത്തുഹാ കുല്ലു ബിദ്അത്തിൻ ദലാല. ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികളെ, വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ. ഇവിടെ ഇനി ധാരാളം പ്രാസംഗികന്മാർ, അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളെല്ലാം നിങ്ങൾ അഭിമുഖീകരിക്കാനുണ്ട്. അതുകൊണ്ട് ഈ ഉദ്ഘാടനം നിർവഹിക്കുക എന്ന ധർമ്മം മാത്രം നിർവഹിച്ച് ഒഴിഞ്ഞു തരാനാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സൊസൈറ്റി, മുസ്ലിം സമൂഹത്തെ ഈ നിലവാരത്തിൽ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് ഈ പ്രസ്ഥാനം വഹിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആരും അത് ആകുന്നില്ല. നമ്മൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ധാരാളം വർഷങ്ങളോ നൂറ്റാണ്ടുകളോളം ഭരിച്ച പ്രദേശങ്ങൾ എടുത്തു നോക്കിയാൽ അവിടുത്തെ മുസ്ലിങ്ങൾ കേരളത്തിലുള്ള മുസ്ലിങ്ങളുടേതുപോലെയുള്ള
ഒരു മാറ്റത്തിന് വിധേയരായിട്ടില്ല. അതേ അവസരത്തിൽ വെറും വിദ്യാഭ്യാസ കാര്യങ്ങൾ മാത്രമല്ല, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളും ഒരുപോലെ പരിഗണിക്കണം എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ എന്നാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവേ, ഞങ്ങൾ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഈ ഐഹിക ജീവിതത്തിൽ നന്മ നൽകണമേ, പാരത്രികമായി നന്മ നൽകണമേ. ആ നന്മയ്ക്ക് വേണ്ടി, ഐഹികവും പാരത്രികവുമായ നന്മയ്ക്ക് വേണ്ടി വളരെ ശക്തിയായി, അതല്ലെങ്കിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ പ്രവർത്തകരുടെയും മതപരമായ പ്രവർത്തകരുടെയും വിദ്യാഭ്യാസ വിശിഷ്ടന്മാരുടെയും എല്ലാം ധർമ്മമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ആ കാര്യം തന്നെ നിർവഹിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഐഹികമായ ജീവിതത്തിൽ ഒരു തടസ്സവും വരാതെ ഐഹിക വിദ്യാഭ്യാസം മാത്രമല്ല, മതപരമായ വിദ്യാഭ്യാസം മാത്രമല്ല, എല്ലാ വിദ്യാഭ്യാസ രംഗത്തും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയെപ്പോലുള്ളൊരു രാജ്യത്ത് വിവിധ സമൂഹങ്ങളുണ്ട്, പലതരത്തിലുള്ള മതവിശ്വാസികളുണ്ട്, പലതരത്തിലുള്ള ജാതികളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇവർക്ക് തമ്മിൽ യാതൊരു തരത്തിലുള്ള ഒരു ശത്രുതയും വളർത്തിയെടുക്കരുത് എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം 1-ാം തീയതി മുതൽക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിയുന്നിടത്തോളം സമവായത്തിലും സൗഹൃദത്തിലും എല്ലാവരെയും ജീവിക്കാൻ പഠിപ്പിക്കുക, അതിന് സഹായകമായി പ്രത്യേകിച്ച് മുസ്ലിം സൊസൈറ്റി നിൽക്കണം എന്ന അഭിപ്രായം ഞങ്ങൾ വെച്ചു പുലർത്തുക മാത്രമല്ല, അത് ഞങ്ങൾ ഈ സന്ദേശമായി പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാവരും അത് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ ബാക്കിയുണ്ട്. അതുകൂടി പൂർത്തീകരിക്കേണ്ട ശ്രമത്തിലാണ് ഞങ്ങളെ പ്രായമുള്ള ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ ഇത് മറന്നുപോകാൻ പാടില്ല എന്നുള്ള നിലത്ത് തന്നെയാണ് യുവജനങ്ങളെ ഈ കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത്. അവരാണ് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അവർ അത് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഹൃദയത്തിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. മാത്രമല്ല, വിദ്യാർത്ഥി വിഭാഗത്തിനും സ്ത്രീകളുടെ രംഗത്തും ഈ കൂട്ടായ്മകൾ പ്രാവർത്തികമായി വന്നിട്ടുണ്ട്. ആ നിലക്ക് ഞങ്ങൾ സംതൃപ്തരാണ്. പക്ഷേ ഇനിയും ഇത് സാർവത്രികമായി പ്രചരിക്കുന്നതിന് കുറച്ചുകൂടി ബാക്കിയുണ്ട്. അതുകൂടി നിർവഹിക്കണം, എന്നിട്ടത് നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതിന് എല്ലാവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും അതുമായി സഹകരിക്കുന്നുണ്ട് എന്നും ഞങ്ങൾക്കറിയാം. പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോകത്ത് ഈ ആദർശ രംഗത്തുള്ള ധർമ്മസമരം, മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്ന ദൗത്യം, ഇത് നിർവഹിച്ച കഴിഞ്ഞുപോയ ലോകത്തിലെ പ്രവാചകന്മാരെല്ലാം അവരുടെ ഉള്ളിൽ തട്ടിയ ഒരു പ്രാർത്ഥനയായിരുന്നു, ഈ ആദർശം, ഈ ദൗത്യ നിർവഹണം ഏറ്റെടുക്കാൻ എനിക്ക് അനന്തരാവകാശികൾ ഉണ്ടാകണം. എൻ്റെ പിൻതലമുറക്കാർ അതിനുവേണ്ടി ഉണ്ടാകണമെന്ന് അള്ളാഹുവിനോട് അവരെല്ലാം പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയുടെ ഫലമാണ് തലമുറയായി തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരിൽ ശക്തമായി വേറിട്ട ശബ്ദം ഏറ്റെടുത്തുകൊണ്ട് പിൻതലമുറക്കാർ നിലനിന്നതും. അതിനവസാനമായി പ്രവാചകൻ ഈ ദൗത്യ പൂർത്തീകരണം നിർവഹിച്ചതിന് ശേഷം, ഖുർആനിലെ അന്തിമ വാക്യം അവതരിച്ചതിന് ശേഷം, അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഈ ദൗത്യം പൂർണ്ണമായി നിർവഹിച്ചില്ലേ എന്ന് ചോദിച്ച് അവർ അംഗീകരിച്ചതിന് ശേഷം പ്രവാചകൻ പറഞ്ഞ ഒരു വാക്ക് ഫൽ യുബല്ലിഗുൽ ഷാഹിദുൽ ഗൈബ എന്നാണ്. ഇവിടെ ഹാജരുള്ളവർ അന്ന് ചരിത്രപ്രസിദ്ധമായ ആ ഖുത്ബത്തുൽ വിദാഇ കേട്ട, ആ വിടവാങ്ങൽ പ്രസംഗം കേട്ട സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു, ഇവിടെ ഹാജരുള്ളവർ ഇവിടെ പങ്കെടുക്കാത്ത ആളുകൾക്ക് ഈ ദൗത്യം എത്തിച്ചു കൊടുക്കണമെന്ന്. അതുമാത്രമാണ്
എനിക്കിവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ തലമുറയിൽ നിന്ന് ഈ ദൗത്യം മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം, അതിൻ്റെ പ്രബോധകന്മാർ അത് ഏറ്റെടുക്കുകയും എന്ത് ബഹളങ്ങൾ ലോകത്തുണ്ടായാലും, എന്ത് ശാസ്ത്രീയമായ ഭൗതികമായ പുരോഗതികളുണ്ടായാലും ധർമ്മചിന്തയിൽ നിന്ന് വിട്ടുപോകരുത് എന്ന്, സത്യം പറയണമെന്ന്, നീതി പാലിക്കണമെന്ന്, വിശ്വസിച്ചവരെ വഞ്ചിക്കരുതെന്ന്, അങ്ങനെ ഉദാത്തമായ ഉത്തമമായ സന്ദേശം പറയുവാൻ ഒരു വേറിട്ട ശബ്ദം സമൂഹത്തിൽ എന്നും ആവശ്യമാണ്. അവർക്ക് ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടാകരുത്, അവർക്ക് മറ്റ് സ്വാർത്ഥതയുണ്ടാകരുത്, എന്തെങ്കിലും ഫലം അവർ മുന്നിൽ കാണരുത്. പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ദൗത്യം നിർവഹിക്കാൻ അവർ തയ്യാറാകണം. കഴിഞ്ഞ തലമുറയിൽ നിന്ന് അത് ഏറ്റെടുത്തു. ഈ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, യുവാക്കളിലേക്ക് ഈ ദൗത്യം അങ്ങനെ തന്നെ നൽകി അവരത് കൂടുതൽ ശക്തിയോടുകൂടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥി സമൂഹം അത് ഏറ്റെടുക്കുന്നു, വനിതാ വിഭാഗം അത് ഏറ്റെടുക്കുന്നു. ആരും എവിടെയും ശ്രദ്ധിച്ചു പോകുന്ന ഈ ഒറ്റപ്പെട്ട ശബ്ദം നിലക്കാതെ ഈ ധർമ്മമാർഗത്തിൽ ഭൗതികമായ എന്ത് പുരോഗതികൾക്കിടയിലും അതിന് വശംവദരാകാതെ ഈ പവിത്രമായ ദൗത്യം നിർവഹിക്കുന്നതിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കുക. മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഓരോ സവിശേഷ ഘട്ടങ്ങളിലും ഒരു ജീവിത പദ്ധതി എന്ന നിലയിൽ അന്നത്തെ മഹാപ്രവാചകന്മാർ നമ്മുടെ സമൂഹത്തിന് മുമ്പാകെ ആവിഷ്കരിച്ചതാണ് അവർ മുമ്പോട്ട് വെച്ച ജീവിത പദ്ധതിയുമാണ്. പക്ഷേ പല ഘട്ടങ്ങളിലും മതദർശനങ്ങളെ വളരെ വികൃതപ്പെടുത്താനും അതുപോലെ അതിനെ വക്രീകരിച്ച് അവതരിപ്പിക്കാനുമെല്ലാമുള്ള ശ്രമങ്ങൾ പല നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പേരിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് മതത്തിൻ്റെ പേരിൽ തീവ്രവാദം എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്നതും, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ചില സവിശേഷ ഘട്ടങ്ങളിൽ ഉയർന്നു വന്ന ചില പൗരോഹിത്യങ്ങൾ തങ്ങളുടെ ആധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി മതദർശനങ്ങളെ വളച്ചൊടിച്ച് അവതരിപ്പിച്ചതുമെല്ലാം ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും പലർക്കും കാണാവുന്നതാണ്. കേരള സമൂഹത്തെ വ്യത്യസ്തമാക്കി കൊണ്ടുവരുന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വഹിച്ച പങ്ക് ആർക്കും തന്നെ കുറച്ച് കാണാൻ സാധിക്കുകയില്ല. ഇവിടെ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടും മതം യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ഗുണം മാത്രമേ കാക്ഷിക്കുന്നുള്ളൂ എന്നുള്ള വസ്തുത വെളിച്ചത്ത് കൊണ്ടുവരുന്ന കാര്യത്തിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പ്രസ്ഥാനം വിജയിച്ചിട്ടുണ്ട്. അത് പൊതുവിൽ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. കാലം മാറിയപ്പോൾ ഇന്ന് അല്പം കൂടി ഉറക്കെ മതം മനുഷ്യ സമൂഹത്തിന് ഗുണം മാത്രമേ കാക്ഷിക്കുന്നുള്ളൂ എന്നുള്ളത് അല്പം ശബ്ദമുയർത്തി പറയേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ വന്നുപെട്ടിരിക്കുന്നത്. മതത്തെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി നടന്ന ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ കാരണം. മനുഷ്യോൽപത്തി മുതൽ നമ്മൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഓരോ സമൂഹത്തിനും അതത് കാലഘട്ടത്തിൽ നന്മ, യഥാർത്ഥം, സത്യം, ജീവിതത്തിൽ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, വ്യക്തി സമൂഹം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ മാത്രമേ മതങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇരുപത് കോടി ജനസംഖ്യയുള്ള ഇസ്ലാം മത വിശ്വാസികൾ സർവ സ്വാതന്ത്ര്യവും അനുഭവിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു. പ്രശ്നങ്ങളുണ്ടവർക്ക്. പക്ഷേ അടിയുറച്ച ഈമാനുമായി, അടിയുറച്ച മതചിന്തകളുമായി, മതവിശ്വാസവുമായി നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സെക്കുലർ ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് മുഴുവൻ ജീവിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അല്പം ചില ഈ വിശാലമായ കടൽ തീരത്തിലെ ഒരു നുള്ള് മണൽത്തരികൾ നമ്മൾ എടുക്കുന്നത് പോലെ ആരെങ്കിലും
ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പെട്ടുകഴിഞ്ഞാൽ ഇസ്ലാം മതം മുഴുവൻ അതിനുത്തരം പറയണമെന്ന് പറയുന്ന യാതൊരു യുക്തിയുമില്ലാത്ത കാര്യങ്ങളുടെ മുന്നാലെ, ചോദ്യങ്ങളുടെ പിന്നാലെ നമുക്ക് പോയിക്കൂടാ. ആ ചോദ്യങ്ങളെയൊക്കെ അവഗണിച്ചു തള്ളണം. തീവ്രവാദത്തെക്കുറിച്ചും ഭീകരവാദത്തെക്കുറിച്ചും പറയുമ്പോൾ മുസ്ലിങ്ങൾ ഭീകരവാദികളല്ല എന്ന് പറയേണ്ട കാര്യം പോലുമില്ല. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. 1400 വർഷങ്ങൾക്ക് മുമ്പ് സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മണലാരണ്യത്തിൽ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്യുജ്വലമായ തത്വചിന്തയുടെ പ്രഭാപൂരിതമായ പ്രകാശവുമായി തൻ്റെ അരുളിപ്പാടും ജീവിതശൈലിയുമായി ലോകത്തിന്നേ വരെ ഒരു മനുഷ്യനും കാഴ്ചവെക്കുവാൻ സാധിക്കാത്ത വണ്ണം എത്രയോ ഉയർന്ന രീതിയിൽ തൻ്റെ മതത്തെ ലോകത്തിന് പ്രബോധനം ചെയ്തു കൊടുത്ത് തൻ്റെ തത്വവിശ്വാസങ്ങളെ ലോകത്തിൻ്റെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുത്ത മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ഗന്ധികളിലൂടെ ഉള്ള ഈ പ്രയാണം തുടങ്ങിയിട്ട് 1.5 സഹസ്രാബ്ദമായി. 168 കോടി ജനങ്ങളുണ്ട് ലോകത്ത്. 168 കോടി ജനങ്ങൾ ലോകത്തിന് സമാധാനപരമായി ജീവിക്കുന്നു. ഇസ്ലാം മുന്നോട്ട് പോകുന്നു. 8 വർഷക്കാലം അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷ് ഇസ്ലാമിനെ വേട്ടയാടുകയായിരുന്നു. ഇസ്ലാമിനെ വേട്ടയാടിക്കൊണ്ടിരുന്ന ബുഷ് ചരിത്രത്തിന്റെ നാളുകളിലേക്ക് കിട്ടിയ ഷൂസിന്റെ ഏറുമായി ചരിത്രത്തിന്റെ വിസ്മൃതിയിലേക്ക് പോയിട്ടും ഇസ്ലാം മുന്നോട്ട് പോവുകയാണ്. ഇസ്ലാമിക പ്രയാണങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. وأما بنعمة ربك فحدث كما أن الله عز وجل أنعم عليك بهذه النعم يجب عليك أن تشكر الله وتتحدث بنعمه عليك. ومن النعم التي استفدتها من مجلسكم المبارك هذا أنكم في دولة لم تصادر حريتكم في التدين، ولم تصادر حريتكم في الدعوة إلى الله والتمسك بدين الله. وكثير من النعم لا ننتبه إليها حتى نرى الذين حرموا منها. فإن المريض هو أكثر الناس الذي يشعر بنعمة الصحة، والكفيف الأعمى هو أكثر الناس الذي يشعر بنعمة البصر. وربما أنكم لا تشعرون بهذه النعمة التي أنتم فيها، ولعلي أحاول أن أشعركم بها. هل تعلمون أن بعض الدول التي أهلها مسلمون بالكامل ودول عربية، هل تعلمون أن بعضها إذا رأى الإنسان يتردد إلى المسجد أكثر من مرة يسجنونه؟ وهل تعلمون أن بعض الدول الإسلامية أو التي تنتسب للإسلام تمنع النساء من أن تفعل الواجب عليها وهو الحجاب؟ وبعض الدول يمنعون الرجال من تطبيق السنة وإعفاء اللحية. هذا في الدول التي كلها
أكثرها أو أغلبها مسلمون، فما بالكم بهذه الحرية التي كفلها قانون هذا البلد لكم؟ والله إنها لنعمة احمدوا الله عليها. وأنتم أهل الحق، والدولة كفلت لكم حرية الحديث والدعوة ما لم يكن ذلك مصادما لحرية أحد، وهذا لا شك يجعل المسؤولية عليكم أعظم وأعظم. അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നീ നിന്റെ ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കുവാനും അത് നിന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാം തന്നെ പ്രകടിപ്പിക്കുവാനും നിനക്ക് സാധിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഏറെ ഭാഗ്യവാന്മാരാണ്, നിങ്ങളേറെ സന്തോഷവാന്മാരാണ്, ഭാഗ്യവാന്മാരാണ്. ഈ ഇന്ത്യ രാജ്യത്ത് സർവതന്ത്ര സ്വാതന്ത്ര്യത്തോടുകൂടി നിങ്ങൾ ദഅ്വാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തല്ലാതെ ഇത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം മറ്റൊരു രാജ്യത്തും നിങ്ങൾക്ക് ലഭിക്കുകയില്ലെന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വിലയറിയൂ, കാഴ്ചയില്ലാതിരിക്കുമ്പോഴേ കാഴ്ചയുടെ വിലയറിയൂ, ആരോഗ്യമില്ലാതെ രോഗാതുരമായി കിടക്കുന്ന ഒരവസ്ഥയിലെ ആരോഗ്യത്തിന്റെ വിലയറിയൂ. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ വിലയറിയണമെങ്കിൽ നിങ്ങൾ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്കൊന്ന് കണ്ണുവായിച്ചു നോക്കണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വിവിധ രാഷ്ട്രങ്ങൾ ഇവിടെയുണ്ട്, ഇസ്ലാമിന്റെ നാമം പേറുന്നവര്, അറബ് രാഷ്ട്രമെന്ന് അഭിമാനിക്കുന്നവര്. പക്ഷേ അവിടുത്തെ നമസ്കാരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടുത്തെ പർദ്ദ സമ്പ്രദായത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ലോകത്തിന്റെ പ്രവാചകന്റെ സുന്നത്തിനോട് കാണിക്കുന്ന പ്രതിബദ്ധതയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിരാശ മാത്രമായിരിക്കും നമുക്ക് അതെല്ലാം സമ്മാനിക്കുക. പക്ഷേ നിങ്ങൾ ഒരു അറബ് രാഷ്ട്രത്തിൽ അല്ലെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രത്തിലല്ലെങ്കിലും നിങ്ങൾ സർവമത സമൂഹങ്ങൾ തിങ്ങി താമസിക്കുന്ന ഈ രാജ്യത്ത് സർവ സ്വതന്ത്രരായിക്കൊണ്ട് നിങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ നിങ്ങൾക്ക് ഇവിടെയുള്ള അധികാരികൾ അനുവാദം തന്നിരിക്കുകയാണ്. ഈ അനുവാദം നിങ്ങൾ മാന്യമായി ദഅവത്ത് നടത്തുമ്പോൾ, പ്രബോധനം നടത്തുമ്പോൾ മാത്രമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം അന്യരെ അപഹരിക്കുവാനും അപഹസിക്കുവാനും അന്യരെ ഭൂതലത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുവാനും ആവരുത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. നോക്കൂ, നിങ്ങൾ പരമകാരുണികനായ റബ്ബിനോട് നാം ഏറെയേറെ നന്ദി കാണിക്കേണ്ടതുണ്ട്. ഈ പ്രവർത്തനത്തെ അതിവിപുലമായ രൂപത്തിൽ സംഘടിപ്പിച്ച, ഇതിന്റെ പിന്നാമ്പുറത്ത് ഉറക്കമൊഴിച്ച് കഠിനാധ്വാനം ചെയ്ത ഇതിന്റെ പ്രവർത്തകരെ ഞാൻ എൻ്റെ ഹൃദയഭിത്തിയിൽ സൂക്ഷിക്കുകയാണ്. അവർക്കുള്ള എല്ലാവിധ കടപ്പാടുകളും ഞാൻ അറിയിക്കുകയാണ്. പരമകാരുണികനായ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് എപ്പോഴും എപ്പോഴും ആലോചിച്ചുകൊണ്ടും പ്രബോധന പ്രവർത്തനങ്ങൾ മാന്യമായ നിലക്ക് നാം വികസിപ്പിക്കുവാനും പ്രസരിപ്പിക്കുവാനും ഒക്കെ പാടുപെട്ട് പണിയെടുക്കണമേ എന്ന് ഇവിടെ കൂടിയ മഹാജനങ്ങളെ നിങ്ങളെ ഞാൻ ഉത്ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കാലഘട്ടത്തിൻ്റെ ദൗത്യം ISM ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മതം അത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ലോകത്തുള്ള സകലമാന അപസ്വരങ്ങൾക്കും അക്രമങ്ങൾക്കും ഭീകരതക്കുമൊക്കെ കാരണം മതമാണ് എന്ന് പ്രചരണം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മതത്തിൻ്റെ പേരിൽ സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളും മതവിശ്വാസികളെ ചൂഷണം ചെയ്യാനുള്ള ചില ആളുകളുടെ നിക്ഷിപ്ത താല്പര്യക്കാരുടെ പ്രവണതകളും എല്ലാം കൂടി മതം ഒരു നിഷിദ്ധ വസ്തുവാണ് എന്ന ധാരണയിലേക്ക് സമൂഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന രൂപത്തിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മതത്തെക്കുറിച്ച് മാത്രമല്ല, വിശിഷ്യ ഇസ്ലാമിനെക്കുറിച്ച്. ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ അത് ഭീകരതയുടെ പര്യായമായി മാറി, ഒരുപാട് അപരിഷ്കൃത പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറി, മനുഷ്യൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന, പരിഷ്കാരത്തിലേക്കുള്ള അവൻ്റെ യാത്രയെ തടയുന്ന കുടുസു ചിന്താഗതിയുടെ ഒരു കേന്ദ്രമാണ് ഇസ്ലാം എന്നുള്ള പ്രചരണം
വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ആഗോളതലത്തിൽ സാമ്രാജ്യത്വ ശക്തികളും അവരോട് യോജിച്ചുകൊണ്ട് കുറേയേറെ മാധ്യമങ്ങളുമൊക്കെ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മതത്തോടും വിശിഷ്യ ഇസ്ലാമിനോടും സമൂഹത്തിന് ഒരു തെറ്റിദ്ധാരണ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യ പോലുള്ള, കേരളം പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ എന്താണ് മതമെന്നും അതിൽ തന്നെ ഇസ്ലാം എന്താണെന്നും മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പ്രവർത്തനം. അത് ഒരു യോഗം വിളിച്ചു കൂട്ടിയ ആളുകളെയെല്ലാം അങ്ങോട്ട് എത്തിച്ചിട്ട് പ്രചരണം നടത്തുകയല്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വിവിധ ഏരിയകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഏരിയകളിലെ ജനനിമിട കേന്ദ്രങ്ങളിൽ മതം എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുക. ഇസ്ലാം എന്താണ്, അതിൻ്റെ തനതായ രൂപത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കുക. അതുവഴി തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട സമൂഹത്തെ നിന്ന് ഇസ്ലാമിൻ്റെ തനതായ രൂപം വരച്ച് കാണിച്ച് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ആകർഷിക്കുക. ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വമാണ്. ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ ISM നടത്തിയ ഈ ക്യാമ്പയിനിൽ പല ഭാഗത്തും അമുസ്ലിം സഹോദരന്മാരും അതുപോലുള്ള മറ്റ് സമൂഹങ്ങളിലെ ആളുകളും കൂട്ടം കൂടി നിന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവരാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത്. ഞങ്ങൾ കേട്ടത് മുഴുവൻ തെറ്റായിരുന്നുവെന്നും ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ പ്രചാരവേലകൾ ഗൂഢലക്ഷ്യത്തോടുകൂടി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണെന്നും മനസ്സിലാക്കാൻ സമൂഹത്തിലെ ഏറെക്കുറെ ആളുകൾക്ക് സാധിച്ചു. തുടർച്ചയായി 4 മാസമാണ് ഈ പ്രചാരണം നീണ്ടു നിന്നത്. 60 ഏരിയകളിലാണ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രചാരണങ്ങൾ നടന്നത്. അതോടൊപ്പം തന്നെ ഇൻസൈറ്റ് എന്ന പേരിൽ ഇസ്ലാമിനെ ജനങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാനുള്ള നമ്മുടെ പ്രദർശനങ്ങളും നടന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ സമൂഹം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന, ഇസ്ലാം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ ഉത്തരവാദിത്വമാണ് ISM ഇവിടെ നിറവേറ്റിയിരിക്കുന്നത്. ആയിരത്തി 1967 ഇടിയങ്ങരയിലുള്ള കേരള നദുവത്തുൽ മുജാഹിദിൻ്റെ അന്നത്തെ ആഫീസ് പരേതനായ കുഞ്ഞോയി വൈദ്യരുടെ മരുന്ന് ഷോപ്പിൻ്റെ മുകളിലുള്ള ഓഫീസിൽ വെച്ച് കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ആലോചിച്ചുറപ്പിച്ച് തീരുമാനിച്ച് സംഘടിപ്പിച്ച ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീന് 43 വയസ്സ് കഴിഞ്ഞു. അന്നത്തെ അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന TK മൊഹിയുദ്ദീൻ ഉമരി, കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ്, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വളരെ മഹാന്മാർ, നേതാക്കളും നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയി. ഈ പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു ലക്ഷ്യം, വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ ഊർജവും ശക്തിയുമായ യുവാക്കളെ യഥാർത്ഥത്തിലുള്ള അവരുടെ ഉത്തരവാദിത്തത്തെ പറ്റി ബോധ്യപ്പെടുത്തുകയും അവരിലൂടെ സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതിനുള്ള വളരെ പ്രയാസകരമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് നാം മുന്നോട്ട് പോയത്. വമ്പിച്ച വിജയമാണ് നമുക്കതിൽ നേടാൻ കഴിഞ്ഞത്. വിനയത്തോടുകൂടി കൂടുതൽ അല്ലാഹുവിലേക്ക് അടുത്ത് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്തൊരു ഭാഗ്യവാന്മാരാണ് നാം എന്ന് ഓർത്തു നോക്കും. നമുക്ക് അല്ലാഹു തആല ശിർക്കിൽ മുക്തമായൊരു ജീവിതം നയിക്കാനും അത് ജനങ്ങൾക്ക് സ്വതന്ത്രമായി പറഞ്ഞു കൊടുക്കാനും അതിന് നേതൃത്വം നൽകാനുമുള്ള അവസരം നൽകി. ഈജിപ്ത് കീഴടക്കിയ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഫതഹ് മക്കക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചൈത്രയാത്രയിൽ അതീവ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ കഴിവുകളും കൊണ്ട് റോമ തോൽപ്പിച്ചുകൊണ്ട് ഈജിപ്ത് കീഴടക്കി. അങ്ങനെയുള്ള അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരണം ആസന്നമായ നേരത്ത് ചുമരിലേക്ക് ചെരിഞ്ഞു കിടന്ന് കരയുന്നത് കണ്ടപ്പോൾ
തൻ്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ള ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉപ്പ, എന്തേ ഇത്ര വിഷമം? മരണത്തെ ഓർത്തു കരയുകയാണോ അങ്ങന്ന്? അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി നാം ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, മകനെ, എനിക്ക് മരണത്തെ പറ്റിയുള്ള പേടിയൊന്നുമല്ല. ഞാൻ ഓർക്കുകയായിരുന്നു കഴിഞ്ഞ കാലം. അള്ളാഹുവിൻ്റെ റസൂല് ദീനുൽ ഇസ്ലാമും പരിശുദ്ധ ഖുർആനും ഞങ്ങളെ മുന്നിൽ വെച്ചപ്പോൾ നബിയെ എതിർക്കുന്നവരിൽ ഒന്നാമനായിരുന്നു ഞാൻ. നബിയിൽ നിന്ന് കേൾക്കാതിരിക്കാൻ ഞാൻ അങ്ങേയറ്റം ശ്രമിച്ചിരുന്നു. നബിയുടെ മുഖമായിരുന്നു എനിക്ക് ഏറ്റവും വെറുപ്പ്. അങ്ങനെയുള്ള ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്ലാമിലേക്ക് വന്നു. ഞാൻ മുസ്ലിമായി. എനിക്ക് റസൂലുള്ളാഹിനെ ഏറെ ഇഷ്ടപ്പെട്ടു. റസൂലുള്ള ഓതി കേൾക്കുന്ന ആയത്തുകൾ കേൾക്കലായി എൻ്റെ ജീവിതത്തിൻ്റെ മൃതം. ഞാൻ ഒരിക്കലും മുസ്ലിമായ ശേഷം റസൂലുള്ളാഹിന്റെ തിരുമുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ടില്ല. ആ മുഖത്തോടുള്ള ആദരവുണ്ട്. മോനെ, ഞാനിപ്പോഴോർക്കുന്നത് റസൂലുള്ളാഹിനെ വെറുക്കുകയും ഖുർആനെ പുച്ഛിക്കുകയും മുസ്ലിമീങ്ങളെ എതിർക്കുകയും ഇഥോപ്യയിൽ വരെ പോയിട്ട് നജാശി രാജാവിനോട് ഇവരെ വെറുതെ വിടണമെന്ന് ശുപാർശ ചെയ്ത് ആവശ്യപ്പെടുകയും ചെയ്ത ഇസ്ലാമിൻ്റെ ബദ്ധപരിവിരോധിയായിരുന്ന അന്നായിരുന്നു എൻ്റെ മരണമെങ്കിൽ ഞാൻ നരകത്തിൽ കിടന്ന് നശിക്കുമായിരുന്നല്ലോ എന്നോർത്തിട്ടാണ് മോനെ സത്യത്തിൽ എനിക്കിപ്പോൾ കരച്ചിൽ വരുന്നത്. സഹോദരന്മാരെ, നാം ഓർക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ നാട്ട് അന്ധവിശ്വാസത്തിൻ്റെയും അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന സ്വഭാവത്തിൻ്റെയും ആൾക്കാരുടെ ശക്തമായ ആസൂത്രിതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ്. പരിശുദ്ധ ഖുർആൻ ഓതി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തെളിവുകൾ ആരാഞ്ഞ് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന പണ്ഡിതന്മാരുള്ള അവരുടെ ശക്തമായ പ്രവർത്തനങ്ങളുടെ ഒരു സമയത്ത് നമുക്കൊക്കെ യഥാർത്ഥത്തിൽ തൗഹീദിന്റെ വാക്കിതാക്കളായി ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ബഹുമാന്യനായ AP ഞാൻ ഈ വമ്പിച്ച സദസ്സിന്റെ മുന്നിൽ നിന്ന് അദ്ദേഹത്തിന് ഇഷ്ടമില്ലെങ്കിലും പറയട്ടെ, അദ്ദേഹം ഒരിക്കൽ ചെറിയൊരു സദസ്സിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ആദ്യമായി ഹജ്ജിന് പോയപ്പോൾ കപ്പലിലായിരുന്നു ഹജ്ജിന് പോയത്. കപ്പലിൽ ഹജ്ജിന് പോയി ഉംറ കഴിഞ്ഞ് ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ച ശേഷം ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ, കേരളത്തിലെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ എന്നായിരുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ബാധ്യത ഇതാണ്. നാം ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഗുണകാംക്ഷയും അതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ഭൃത്യം ചെയ്തിരുന്ന ദാസം ചെയ്തിരുന്ന തൻ്റെ ഖാദിമായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ജൂതനായ ചെറുപ്പക്കാരൻ ചില ദിവസങ്ങളായിട്ട് തൻ്റെ സദസ്സിൽ കാണുന്നില്ല. നബി അന്വേഷിച്ചു, കുട്ടി എവിടെ പോയി എന്ന്. സഹാബത്ത് പറഞ്ഞു, അവർക്ക് സുഖമില്ല, അവൻ കിടപ്പിലാണ് റസൂലേ. റസൂല് പറഞ്ഞു, നമുക്ക് അദ്ദേഹത്തെ സന്ദർശിക്കണം. നബിയും കൂട്ടുകാരും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ഈ കുട്ടി ആസന്ന മരണനായി രോഗിയായി കിടക്കാണ്. അവിടുന്ന് അള്ളാഹുവിന്റെ റസൂല് ആ കുട്ടിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, മോനെ, നീ മുസ്ലിമായിക്കോ. ഒരു മനുഷ്യരോട് ഏറ്റവും അധികം സ്നേഹത്തോടുകൂടി ഒരു മുസ്ലിമിനെ നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഗുണകാംക്ഷയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാണിച്ചത്. ആ കുട്ടി നേരെ തന്റെ പിതാവിന് നേരെ കണ്ണയച്ചു. എന്തായിരിക്കും പിതാവിന്റെ പ്രതികരണം എന്ന് വിചാരിച്ചിട്ടാകാം. ഉടനെ പിതാവ് പറയുകയാണ്, അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിച്ചോ, റസൂലുള്ളാഹിനെ അനുസരിച്ച മകനെ എന്നായിരുന്നു പിതാവിന്റെ മറുപടി. ആ വീട്ടിൽ നിന്നിറങ്ങി പോരുന്ന റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് റസൂലുള്ള പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. ആ കുഞ്ഞനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അള്ളാഹുവിന് സ്തുതി. മുജാഹിദുകളെ, ISMന്റെ പ്രവർത്തകന്മാരെ, മുസ്ലിങ്ങളായ സ്നേഹിതന്മാരെ, സഹോദരികളെ, നമ്മുടെ ദൗത്യം അതാണ്. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരോടും ആത്യന്തികമായി നാം അവരെ സ്നേഹിക്കുന്നു, നാം അവരെ ആത്മാർത്ഥമായി ആദരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭയാനകമായ നരകത്തിൽ നിന്ന് നമുക്കും അവർക്കും രക്ഷപ്പെടണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് നാം വ്യാപൃതരായിട്ടുള്ളത്.
ഈ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഇവിടെ മതം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലം, ഏറ്റവും ശരിയായ മതം ഇസ്ലാം, അത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. മതമെന്നാൽ മനുഷ്യൻ കേവലം ചില അന്ധവിശ്വാസങ്ങളും കേവലം ചില ഐതിഹ്യങ്ങളും വ്യക്തി ജീവിതത്തിൽ മാത്രം പരിമിതപ്പെട്ട് കിടക്കുന്ന വെറും ചില വിശ്വാസ കാര്യങ്ങളും മാത്രമാണെന്ന് ധരിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ അല്ല, ഊഹാപോഹങ്ങളോ കെട്ടുകഥകളോ അല്ല, പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് മതം. മനുഷ്യബുദ്ധിക്ക് സ്വീകരിക്കാവുന്നതും ദൈവീക പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതും ഒരു സംസ്കാരമുള്ള പരിഷ്കാരമുള്ള നാഗരിക സമൂഹത്തിൽ ജീവിക്കുന്ന ഉത്ബുദ്ധനായ ഒരു മനുഷ്യന് സ്വീകരിക്കാവുന്ന, അവന്റെ മനസ്സും ബുദ്ധിയും ഒരുപോലെ തേടുന്നതും ആവശ്യപ്പെടുന്നതും അംഗീകരിക്കുന്നതും സമ്മതിക്കുന്നതുമായ വിശ്വാസങ്ങളും ആരാധനകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും സ്വഭാവ വ്യവഹാര മര്യാദകളുമാണ് ഇസ്ലാം ഉൾക്കൊള്ളുന്നതെന്ന് ഈ സമൂഹത്തെ, ലോകത്തെ അറിയിക്കേണ്ട ബാധ്യത മനസ്സിലാക്കിയവരിലാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രമേയത്തിന്റെ തുടർച്ചയെന്നോണം ഈ പ്രമേയത്തിലൂടെ മതം, യഥാർത്ഥ മതം ഇസ്ലാം ഗുണകാംക്ഷയാണെന്ന് ലോകത്തോട് ഏറ്റവും ചുരുങ്ങിയത് മലയാളി സമൂഹത്തോടെങ്കിലും ഇതറിയിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഈ പ്രമേയവുമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മതം എന്താണ് എന്നറിയാത്ത ആളുകൾക്ക് അതിനെപ്പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവുക സ്വാഭാവികമാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ മതവിശ്വാസങ്ങളും ആരാധനകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമെല്ലാം വളരെ കൃത്യമായി ഒരെക്സിബിഷനായി അനാവരണം ചെയ്തു കാണിച്ചുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിരുന്ന 2 സ്ഥലങ്ങളിൽ, കോഴിക്കോടും എറണാകുളത്തും വെച്ച് നടത്തിയ സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ, അത് നിരീക്ഷിച്ച ഇസ്ലാമിനെ പറ്റി വികലമായ ധാരണകൾ വെച്ച് പുലർത്തിയിരുന്ന ആളുകൾക്ക്, ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ആളുകൾക്ക്, ഇസ്ലാമിനോട് പുച്ഛമായിരുന്ന ആളുകൾക്ക് 4-5 മണിക്കൂർ നീണ്ട ഈ പവലിയനുകളിലൂടെ നടത്തിയിട്ടുള്ള, വായിച്ചും കണ്ടും ചിന്തിച്ചും മനസ്സിലാക്കിയും അതിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ മനസ്സുകൾ മാറുകയായിരുന്നു. മനുഷ്യന് മനസ്സിലാക്കാവുന്ന വിധത്തിൽ ഇസ്ലാമിക വിശ്വാസങ്ങളും ആരാധനകളും അനുഷ്ഠാനങ്ങളും മതത്തിന്റെ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ശരിയായ രൂപത്തിൽ വളച്ചുകെട്ടില്ലാതെ കൂട്ടിച്ചേർക്കലില്ലാതെ അതിന്റെ തനിമയോടുകൂടി ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന ബോധത്തോടുകൂടി ഇവിടെയുള്ള ആളുകൾക്ക് ഈ വെളിച്ചം ലഭിക്കുവാനുള്ള മാർഗം ഇത് ഊതിക്കെടുത്തുന്ന ശൈലി സ്വീകരിക്കലെന്ന അല്ലെന്ന തിരിച്ചറിവോടുകൂടി മക്രി തങ്ങൾ മുതൽക്ക് തുടങ്ങി വെച്ച മാഹിൻ ഹമദാനി തങ്ങൾ മുതൽക്കുള്ള വക്കം മൗലവിയെ പോലെയുള്ള KM മൗലവിയെ പോലെയുള്ള MCCയെ പോലെയുള്ള പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവിയെ പോലെയുള്ള സെയ്ദ് മൗലവിയെ പോലെയുള്ള NV അബ്ദുസലാം മൗലവിയെ പോലെയുള്ള KP മുഹമ്മദ് മൗലവിയെ പോലെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല അമരക്കാരും നേതാക്കളും ഈ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഈ രാജ്യത്തിന്റെ നിയമങ്ങളും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും അനുസരിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ബാധ്യത രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലക്ക് മൗലികമായ അവകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റിദ്ധാരണകളില്ലാതെ തെറ്റിദ്ധാരണ ഉള്ളവരുടെ തെറ്റിദ്ധാരണകൾ തീർത്തു കൊടുത്തുകൊണ്ട് മതത്തിന്റെ സുന്ദരമായ ലളിതമായ കൃത്യമായ സൂക്ഷ്മമായ ആ ചിത്രം ഇവിടെ വരച്ചു കാണിച്ചു കൊടുക്കുവാൻ ഇസ്ലാഹി പ്രസ്ഥാനമല്ലാതെ വേറെയില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ പ്രമേയങ്ങൾക്കൊക്കെ ഒരു പ്രമേയമുണ്ട്. ആ പ്രമേയം മാറ്റമില്ലാത്തതാണ്. ദിവ്യ സന്ദേശം മാനവതയ്ക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. കഴിഞ്ഞ 6 മാസക്കാലം മുമ്പ് മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി
കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ നടത്തിയ വമ്പിച്ച വിപ്ലവങ്ങൾ സൃഷ്ടിച്ച മണ്ഡല സമ്മേളനങ്ങൾക്കു ശേഷം ഇസ്ലാഹി പ്രവർത്തന രംഗത്തെ പ്രബോധക പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വിശ്രമമില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 4 മാസക്കാലം ISMൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രമേയത്തിൽ വമ്പിച്ച ദഅ്വാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടുവന്നിരുന്നത്. ഇതേ സമയത്ത് തന്നെ ഇതിൻ്റെ വിദ്യാർത്ഥി ഘടകമായ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ക്യാമ്പസുകളിലും നാട്ടിലുമുള്ള വിദ്യാർത്ഥിനികൾക്കിടയിൽ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ 4 മാസക്കാലം നടന്നു വന്നത്. കഴിഞ്ഞ മാർച്ചിൽ തൃശ്ശൂരിൽ സമാപിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം എന്ന് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ വിശേഷിപ്പിച്ച പ്രോഫ്കോണിൽ ഏകദേശം 4000-ഓളം വിദ്യാർത്ഥി പ്രൊഫഷണൽ രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് പങ്കെടുത്തിരുന്നത്. ഈ ഏപ്രിൽ മെയ് മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ വെക്കേഷൻ കാലങ്ങളിൽ MSMൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ചും നമ്മളുടെ മേഖലകൾ കേന്ദ്രീകരിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി അവധിക്കാല പ്രവർത്തനങ്ങൾ കേരളത്തിൽ 200-ഓളം കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള മോറൽ സ്കൂളുകളും അവധിക്കാല പ്രവർത്തനങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിൻ്റെ വ്യത്യസ്ത ഘടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദീനി പ്രബോധന രംഗങ്ങൾ എന്നും സജീവമായി നിലനിൽക്കുവാൻ ഈ സമയത്ത് നമുക്ക് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ISM നടത്തി വന്ന ഈ ക്യാമ്പയിനിന് ഇതിൻ്റെ ഔപചാരികമായ സമാപന സമ്മേളനത്തിന് MSMൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മതം ഗുണകാംക്ഷയാണ് എന്ന പവിത്രമായ പരിശുദ്ധമായ പ്രമേയവുമായി കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ISMൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൻ്റെ ബഹുമുഖങ്ങളായ പരിപാടികൾക്ക് ശേഷം അതിൻ്റെ സന്തോഷകരമായ പര്യവസാനത്തിന് അവസരം നൽകിയ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. ഫെബ്രുവരി 7-ാം തീയതി കണ്ണൂരിൽ വെച്ച് ബഹ്റൈനിൽ നിന്നുള്ള പ്രശസ്തനായ പണ്ഡിതൻ ഈസ ജാസിം അൽ മുത്തവ്വ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ക്യാമ്പയിൻ്റെ സന്ദേശം വിളിച്ചറിയിക്കാത്ത സുപ്രഭാതങ്ങൾ കഴിഞ്ഞ 91 ദിവസങ്ങളായി കേരളക്കരയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാവുകയില്ല. 100 കണക്കിന് കുടുംബ സമ്മേളനങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, 1000-കണക്കിന് പൊതുപ്രഭാഷണങ്ങൾ, 10,000-കണക്കിന് വീടുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ടുള്ള സന്ദേശ സ്കോഡുകൾ, തെരഞ്ഞെടുത്ത ജില്ലകളിൽ യുവജന സെമിനാറുകൾ, പുസ്തകമേളകൾ, ഇസ്ലാമിക് എക്സിബിഷനുകൾ, പുസ്തക കിറ്റുകളുടെ പ്രകാശനവും വിതരണങ്ങളും അങ്ങനെ തുടങ്ങി മാതൃകാപരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ഫെബ്രുവരി 7-ന് ശേഷം ഈ ഐതിഹാസികമായ സമാപന സമ്മേളനം വരെ നീണ്ടു നിൽക്കുന്ന ഇതിൻ്റെ കാലയളവിൽ നമുക്ക് സാധിക്കുകയുണ്ടായി. ഈ ക്യാമ്പയിൻ്റെ സന്ദേശം ജനമനസ്സുകളിൽ എത്തിക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച പരിപാടിയായിരുന്നു കേരളത്തിൻ്റെ 2 അറ്റങ്ങളിൽ നിന്ന് ആരംഭിച്ച് നാട്ടിൻ പുറങ്ങളെയും ഗ്രാമപ്രദേശങ്ങളെയും വിളിച്ചുണർത്തി പട്ടണാതിർത്തികൾ കടന്ന് നഗരഹൃദയങ്ങളിലൂടെ സന്ദേശം അറിയിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിരിമാറിലൂടെ കടന്നുപോയ മാതൃകാപരമായ 2 സന്ദേശയാത്രകൾ. മതം കലാപമാണ്, കാലുഷ്യമാണ് എന്ന് നാഴികക്ക് 40 വട്ടം വിളിച്ചുകൂവുന്ന ഇസ്ലാം വിരോധികൾക്കും സാമ്രാജ്യത്വ അജണ്ടകൾക്ക് വെള്ളം നൽകുന്ന മാധ്യമങ്ങളുടെയും മുന്നിൽ മതം ഗുണകാംക്ഷയാണെന്ന ശക്തവും ആശയപ്രധാനവുമായ പ്രമേയത്തെ 13 വിഷയ തലങ്ങളിലായിക്കൊണ്ട് പ്രയാണത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. കേരളത്തെ 50ഓളം ഏരിയകളായി തരംതിരിച്ച് പ്രദേശത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും പരിഗണിച്ച് പ്രസക്തമായ വിഷയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് സംഘടിപ്പിച്ച ഏരിയ സമ്മേളനങ്ങൾ സന്ദേശ പ്രയാണത്തിൻ്റെ ഓരോ ദിവസത്തെയും സമാപന പരിപാടികളെ പ്രൗഢോജ്ജലമാക്കുകയായിരുന്നു.